ഗൺസ്കോപ്പ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷാർപ്പ് ഷൂട്ടിംഗ് ആൻഡ് സേവ് പെല്ലറ്റ്. അപ്പോൾ സേവ് പെല്ലറ്റ് എങ്ങനെ സേവ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് കമന്റ് ഇടുക. അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് മേഖലയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ എയർ ഗണ്ണിനൊരു സൈലൻസർ വെക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാൻഡൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ചെരിഞ്ഞ ഒരു പലക വെക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു മരത്തിൻ്റെ കട്ട വെക്കുക. അപ്പോൾ നമ്മൾ ഒരു കോട്ടൻ്റെ തുണി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സ്റ്റാൻഡിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ കട്ട മുന്നോട്ടും പുറകോട്ടും ചലിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഏകദേശം അല്ല, കറക്റ്റ് അളന്നിട്ട് നമ്മൾ 20 മീറ്റർ ദൂരെ ഒരു ടാർഗറ്റ് ബോർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോർഡൊന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് 20 മീറ്റർ അകലെയായിട്ട് നമ്മളൊരു ടാർഗറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു വെള്ള കളറിലാണ്, കാണുന്നുണ്ടോ? അതാ കാണുന്നു ചെറുതായിട്ട്. അപ്പം നമ്മൾ 20 മീറ്റർ അകലെയായിട്ട് ഒരു വെള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോർഡിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്യാമറ വെക്കണം. കാരണം ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ഏത് ടാർഗറ്റിലാണ് കൊള്ളുന്നത് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് PCP PX100 എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് 1.77 എന്ന ഒരു ഗണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. അതായത് എക്സാറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ 13 ഗ്രെയിൻ അതിന്റെ വെയിറ്റ് വരുന്നത് 13 ഗ്രെയിൻ ആണത്. കാരണം ഈ ഒരു പെല്ലറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു ആക്യുറസി കിട്ടുള്ളൂ. 13 മുകളിലേക്ക് 16, 18 ഗ്രെയിൻ ഉള്ള പെല്ലറ്റുകൾ ഉപയോഗിച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആക്യുറസി കിട്ടുള്ളൂ. നമ്മളവിടെ പെല്ലറ്റൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗണ്ണ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ഗണ്ണിലേക്ക് ലോഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ലോഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നമ്മളുടെ ടാർഗറ്റ് ബോർഡ് ഇരിക്കുന്ന സ്ഥലത്ത് പോയി നമ്മളവിടെ ഒരു ബോർഡ് ഉണ്ട്, അത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ക്യാമറ വെച്ചതിന് ശേഷം വേണം ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് എവിടെ കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് ഇൻസൈഡിൽ കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ബോർഡ്. നമ്മളൊരു ഒരു വാഴയുടെ ഒരു ഇതിലാണ് നമ്മൾ ആ ടാർഗറ്റ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇതിലുള്ള ഈ സെന്റർ പോയിന്റിലാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വേറൊരു മൊബൈൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കറക്റ്റ് ആക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാം. നമ്മളൊരു 3-5 പെല്ലറ്റുകളാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ടാർഗറ്റ് ബോർഡിലേക്ക് ഫയർ ചെയ്യാണ്. ഒരെണ്ണം നമ്മൾ അടിച്ചു. രണ്ട് നമ്മൾ അടിച്ചു. മൂന്ന് നമ്മൾ അടിച്ചു. ഇനി നമുക്ക് നമ്മളെ ബോർഡിൽ പോയി നോക്കാം എന്താണ് സംഭവിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് 4 കട്ട് ചെയ്തത്, അതായത് ഏകദേശം ഒരു 1/2 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് അതിലാണ് നമ്മൾ ഇത് അടിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു 1.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു നമ്മളെ ജീൻസിന്റെ പാന്റിനൊക്കെ വെക്കുന്ന ഒരു ബട്ടൺസ് ആണ്. അപ്പൊ നമുക്കത് ഇവിടെ വെച്ച് നോക്കാം. കാരണം നമ്മളെ ഷൂട്ട് എത്ര ഷാർപ്പാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ 3 പെല്ലറ്റും കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹോളിന്റെ ബട്ടൺസിന്റെ അത്രയൊന്നും വരുന്നില്ല. ശരിക്കും ആ പെല്ലറ്റ് ശരിക്കും ആ ഒരു ചെറിയ ഒരു സ്പേസിൽ തന്നെയാണ് ആ പെല്ലറ്റ് കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? കണ്ടോ? അത്രയും ഷാർപ്പ്. അതായത് നമ്മുടെ ഈ ചെറുവിരൽ വെച്ച് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാലും അത് ബ്ലോക്ക് ആവും. അത്രയ്ക്കും ഷാർപ്പായിട്ടാണ് നമുക്ക് ഈ പെല്ലറ്റ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും നന്നായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മീറ്ററിൽ കൃത്യമായിട്ട് അടിക്കാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ ആണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മളത് ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ഗ്രാഫ് പരിചയപ്പെടുത്തി തരും. പെല്ലറ്റിന്റെ സഞ്ചാര വേഗതയും അതിന്റെ വ്യതിചലനത്തെ കുറിച്ച് ഞാനൊരു ഗ്രാഫ് നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 30 മീറ്റർ, 40 മീറ്റർ അങ്ങനെ ലോങ് കൂട്ടിയടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഒരു കാര്യം, അതായത് പെല്ലറ്റ് എങ്ങനെ ലാഭിക്കാം, സേവ് പെല്ലറ്റ് എന്ന് പറയുന്നു.
ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ഒരു വാഴ, അതായത് ഇതാ ഇവിടെ ഉണ്ട് നമ്മളൊരു വാഴ പിന്നെ മുറിച്ചിട്ട്, വാഴയുടെ ഒരു പീസ് മുറിച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട്. അപ്പൊ ഈ വാഴ തുളഞ്ഞ് ഈ പെല്ലറ്റ് അപ്പുറ വശത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നല്ല, നിർബന്ധമായിട്ട് അത് അപ്പുറത്തേക്ക് പോകും. അപ്പൊ നമ്മളത് സേവ് ചെയ്യാൻ, അതായത് അതിന്റെ അപ്പുറത്തേക്ക് പെല്ലറ്റ് പോകാതിരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ നോക്ക്, നമ്മൾ ഈ വാഴയുടെ ഇവിടെയാണ് നമ്മൾ ബോർഡ് വെച്ചിരുന്നത്, ടാർഗറ്റ് ബോർഡ് വെച്ചിരുന്നത്. വാഴയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ ജീൻസിന്റെ തുണി, അതായത് ഇങ്ങനെ 2 കോട്ട് ജീൻസിന്റെ തുണി നമ്മൾ ലൂസാക്കിയിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പെല്ലറ്റ് ഒരു കാരണവശാലും ഈ തുണി തുളഞ്ഞ് അപ്പുറത്തേക്ക് പോകില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ച പെല്ലറ്റ് എന്തായി നോക്കാം. നമുക്ക് ഉപയോഗിച്ച പെല്ലറ്റ് ഇവിടെ ഉണ്ടോ നോക്കാം നമുക്ക്. ഇതാ അപ്പൊ നമ്മൾ 3 എണ്ണം അടിച്ചിരുന്നു. അപ്പോൾ അതിൽ 1 നമുക്ക് കിട്ടി. ഇതാ പെല്ലറ്റിന് യാതൊരു പരിക്കും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആ പെല്ലറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ പെല്ലറ്റ് ലാഭിക്കാൻ കഴിയും. രണ്ടാമത്തെ പെല്ലറ്റ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ പെല്ലറ്റ് കിട്ടി, അതും നമുക്ക് യാതൊരു ഡാമേജും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി കാണണം. ഇതാ അടുത്ത പെല്ലറ്റും കിട്ടി നമുക്ക്. അങ്ങനെ 3 പെല്ലറ്റും നമുക്ക് കിട്ടി. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ടാർഗറ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ ഒരു 100 പെല്ലറ്റ് ഉണ്ടെങ്കിൽ എല്ലാതും അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് അടിക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്കോപ്പിന്റെ സെറ്റിംഗ്സ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും മുഴുവനായി കാണുക, എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ എന്നുള്ള വീഡിയോ ആയിട്ട് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ് ഇത്. ശരിക്കും ഇത് നമ്മളൊരു എയർ ഗണ്ണാണ്. ഒന്ന് ഫോക്കസ് ചെയ്ത് പിടിച്ചോ. അപ്പോൾ ഒരു എയർ ഗണ്ണാണ്. അപ്പോൾ ഈ എയർ ഗണ്ണിൽ നിന്ന് നമ്മളൊരു പെല്ലറ്റ് ഫയർ ചെയ്യുമ്പോൾ കുറച്ച് വൈഡായിട്ട് പിടിച്ചോ. അതായത് നമ്മൾ 20 മീറ്ററിൽ ഒരു ടാർഗറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. 20, 30, 40, 50 എന്നിങ്ങനെ ഓരോ ടാർഗറ്റ് ബോർഡാണെന്ന് വിചാരിക്കുക. ഈ വര നീല വര കാണുന്നത്. അപ്പൊ ഞാനിതിൽ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ അതിന്റെ ഒരു കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ നമ്മളൊരു ഗണ്ണിൽ നിന്നും ഒരു പെല്ലറ്റ് ഫയർ ചെയ്യുമ്പോൾ പോകുന്നതാണ് ഈ റെഡ് വര. അപ്പൊ ഈ റെഡ് വര 20 മീറ്ററിൽ നമ്മൾ ഈ സ്കോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 20 മീറ്ററിൽ ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഈ സ്കോപ്പിന്റെ ഈ ബ്ലൂ ലൈൻ വരുന്നത് ആ സ്കോപ്പിന്റെ സെറ്റും നമ്മളുടെ 20 മീറ്ററിൽ ഈ പെല്ലറ്റിന്റെ സെറ്റും വന്നിട്ട് 20 മീറ്ററിലാണെങ്കിൽ കറക്റ്റ് പോയിന്റിൽ ഇത് കൊള്ളും. പിന്നീട് നമ്മൾ ഇതേ ഗണ്ണ് വെച്ചിട്ട് ഇതേ സ്കോപ്പ് അതേ പോയിന്റിൽ തന്നെ 30 മീറ്ററിൽ അടിക്കുകയാണെങ്കിൽ ഈ പെല്ലറ്റ് ഇതാ 20 മീറ്റർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലോ ആയിട്ട് കുറച്ച് താഴെയായിരിക്കും കൊള്ളുക. എന്നാൽ നമ്മുടെ സ്കോപ്പിന്റെ ആ ഒരു വ്യൂ വരുന്നത് ഇതിന്റെ തൊട്ട് മുകളിലായിരിക്കും. ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും നമ്മുടെ പെല്ലറ്റ് പോയി കൊള്ളുന്നത്. അപ്പോൾ നമ്മളത് 40 മീറ്ററിൽ ചെയ്യുമ്പോൾ 40 മീറ്ററിൽ, അതായത് ദൂരം കൂടി വരും തോറും ഈ പെല്ലറ്റ് ഇങ്ങനെ വന്ന് ലോ ആയി വരും. ലോ ആയിട്ട് 40 മീറ്ററിലാണെങ്കിൽ ഇവിടെ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കും നമ്മളുടെ സ്കോപ്പിന്റെ വ്യൂവും പെല്ലറ്റിന്റെ പോയിന്റും വരിക. അങ്ങനെ ഇത് തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ലോ ആയിക്കൊണ്ടിരിക്കും. പെല്ലറ്റ് വന്നിട്ട് ഇങ്ങനെ ലോ ആയിക്കൊണ്ടിരിക്കും. നമ്മളുടെ വ്യൂ വരുന്നത് നേരെ ഇങ്ങനെ പോകും. അപ്പൊ അതാണ് ആ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ചിലവർക്ക് ഉന്നമില്ല, അല്ലെങ്കിൽ അടുത്തടിക്കുമ്പോൾ കൊള്ളുന്നുണ്ട്, ദൂരെ അടിക്കുമ്പോൾ കൊള്ളുന്നില്ല എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സ്കോപ്പിന്റെ ഉള്ളിൽ വരുന്ന ലൈനുകൾ, അതായത് അതിലിങ്ങനെ ഓരോ ഡോട്ട് വരാറുണ്ട്, ചിലതിൽ ലൈൻ വരാറുണ്ട്. ഇപ്പൊ നമ്മൾ 20 മീറ്റർ കഴിഞ്ഞ് 30 മീറ്റർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 2 ലൈൻ വരുന്നതിന്റെ ഒരു പകുതി ഭാഗം, അതായത് അതിന്റെ ഒരു സെന്റർ വരുന്ന ഭാഗം ഉയർത്തി പിടിച്ച് ഫയർ ചെയ്യുകയാണെങ്കിൽ ഈ 30 മീറ്റർ ടാർഗറ്റിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊള്ളിക്കാൻ കഴിയും. അപ്പം ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്ററിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അത് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയതിനു ശേഷം അതിന്റെ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇത് നമ്മുടെ ഗണ്ണ് എത്രത്തോളം ജൂൾസ് കൂടുതലാണോ അത്രത്തോളം നമുക്ക് അതിന്റെ പവർ കാണിക്കാൻ കഴിയും. അതായത് ജൂൾസ് കൂടുതലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ ഗൺ ആണെങ്കിൽ ഈ പെല്ലറ്റ് നേരെ ത്രൂ ആയിട്ട് 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്ററിലും നേരെ നമ്മുടെ സ്കോപ്പിന്റെ പ്ലസ് പോയിന്റിന്റെ മുകളിലായിരിക്കും ശരിക്കും കൊള്ളുക. അതായത് പവർഫുൾ ആണെങ്കിൽ. പവർഫുൾ അല്ലാത്ത ഗണ്ണാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന സാധാ ഗണ്ണാണെങ്കിൽ 20 മീറ്റർ കഴിയുമ്പോൾ അത് 1 ഇഞ്ച്, 2 ഇഞ്ച്, 6 ഇഞ്ച് എന്നിങ്ങനെ
ലോ ആയിട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ പിന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചെയ്യാം. അടുത്ത ഷൂട്ടിംഗ് നമ്മൾ 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ കറക്റ്റ് ടാർഗറ്റ് അടിക്കുന്നത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.